പ്രധാനാതിഥി ശ്രീമതി അച്ചു ഉമ്മൻ ഇവിടെ ഉമ്മൻ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ മറിയ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട വളരെയേറെ സന്തോഷമുണ്ട്. എനിക്കറിയാം ഇവിടേക്ക് വരുമ്പം മറിയാവുമ്മനെ അല്ല അപ്പയാണ് നിങ്ങളെല്ലാവരും കാണുന്നതും നിങ്ങളെല്ലാവരും നൽകുന്ന ഈ സ്നേഹം അപ്പയ്ക്കുള്ളതാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞതുപോലെ അപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അപ്പയുടെ എല്ലാമായിരുന്നു കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും കുടുംബമായി UDF കാൻഡിഡേറ്റ്സിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് വിചാരിച്ച് അതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ KC വേണുഗോപാലിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങൾക്ക് ഏറെ വേണ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്ന സമയത്തും അദ്ദേഹം ഞങ്ങൾക്ക് അപ്പയ്ക്കും ഏറെ സഹായങ്ങൾ ചെയ്തിരുന്നു. ഞങ്ങൾ ആശുപത്രിയിലായിരുന്ന സമയത്ത് അതിൻ്റെ ഒരു കടപ്പാടും നന്ദിയും അദ്ദേഹത്തോടും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ കാണുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹത്തിന്റെ വിജയത്തിന് അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ഇന്ത്യ റൈറ്റ് നൗ. 10 വർഷത്തിന് മുമ്പുള്ള ശ്രീ KC വേണുഗോപാൽ അല്ല ഇന്ന് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ ആലപ്പുഴയിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ തന്നെയും അത് ഞങ്ങളോട് ചെയ്ത സഹായത്തിനും ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്വവുമായി കാണുകയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്നതിന്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ശ്രീ KC വേണുഗോപാലിന്റെ സ്ഥലത്തിൽ നിന്നാണ് നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ശ്രീ KC വേണുഗോപാലിന്റെ സ്ഥലത്ത് നിന്ന് വരുന്നു. അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ മണ്ഡലത്തിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെതായ പ്രിവിലേജും പ്രയോറിറ്റിയും എവിടെ പോയാലും കിട്ടും. അപ്പം അതും നിങ്ങൾ മുൻനിർത്തി കാണണം, അതും മനസ്സിൽ കാണണം. നാളെ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകാൻ എന്തൊക്കെ സഹായങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങൾ വരും. അപ്പം അങ്ങനെ ഒരു ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാവുക, ആ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി ഇവിടുന്ന് മന്ത്രിയായി നമ്മുടെ ഇന്ത്യ മുന്നണി കയറുമ്പോൾ അദ്ദേഹം അവിടെ കാണുക, എന്തൊരു നല്ലൊരു ഇതായിരിക്കും ആലപ്പുഴക്കാർക്ക്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഇനിയും അദ്ദേഹത്തിന് എന്നേക്കാൾ ഏറെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും അദ്ദേഹം അവിടെ ഏറ്റവും പവർഫുൾ പൊസിഷൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പോഴുള്ളതിനേക്കാൾ ഏറെ നല്ല രീതിയിൽ ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ അദ്ദേഹത്തിന് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ അത് കണ്ടിരിക്കണം. അദ്ദേഹത്തിന്റെ വിജയം നിങ്ങളുടെയും വിജയമാണ്. എന്നാൽ അദ്ദേഹം അവിടെ വരേണ്ടത് നിങ്ങളുടെയും ആവശ്യമാണ്. അദ്ദേഹം മാത്രമല്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണ്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. അപ്പം ആലപ്പുഴയിൽ മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ കേരളത്തിൽ എല്ലായിടത്തും കാണും, അല്ലെങ്കിൽ ഇന്ത്യയിൽ പല ഭാഗത്തും കാണും. എല്ലാവരോടും പറയണം ഇന്ത്യ മുന്നണിയിലെ കാൻഡിഡേറ്റ്സിന് തന്നെ വോട്ട് ചെയ്യാൻ. കേരളത്തിലാണെങ്കിൽ UDF കാൻഡിഡേറ്റ്സ്. എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു ഇലക്ഷനാണ്. 2024 പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡു ഓർ ഡൈ. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനാണ്. അപ്പൊ കഴിഞ്ഞ 10 വർഷം മുമ്പ് NDA ഗവൺമെന്റ് അധികാരത്തിലേറി കയറിയതിനു ശേഷമുള്ള 10 വർഷം അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. എന്തൊക്കെ ചേഞ്ചുകളാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും അത് അനലൈസ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ എവിടെ എന്ത് കാര്യത്തിലും എഫക്റ്റഡ് ആവുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാൾ ഏറെ സ്ത്രീകൾ അത് പഠിച്ച് മനസ്സിലാക്കണം. സ്ത്രീകൾ അത് അനലൈസ് ചെയ്യണം. സ്ത്രീകൾ മുന്നിട്ടിറങ്ങി പ്രചരണത്തിനും ഈ സ്ക്വാഡ് വർക്കിനും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനും മുന്നോട്ടിറങ്ങണം. ഈ 33% റിസർവേഷൻ, 50% റിസർവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കിട്ടുന്നതിൽ മാത്രം കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അതൊരിക്കലും നമുക്ക് റിസർവേഷൻ ആയിട്ട് വരരുത്. ബൈ ഡീഫോൾട്ട് നമ്മുടെ വർക്ക് കണ്ട് നമ്മുടെ കഴിവിനെ അംഗീകരിച്ച് നമുക്കത് ബൈ ഡീഫോൾട്ട് ആയിട്ട് വരും. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റിനാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. UPA ഗവൺമെന്റ് വന്ന് ചെയ്തപ്പോഴുള്ള കാര്യങ്ങളാണ് ഇന്നും ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നത്. അത് മനസ്സിലാക്കി നാം അതിനു വേണ്ടി മുന്നോട്ട് വർക്ക് ചെയ്യണം.
അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. ഈ 33% എന്നുള്ളത് 50% റിസർവേഷനായിട്ട് മാറും. അപ്പം നമുക്ക് വേറെ പവർ വരും. ഈ ഇന്ത്യ മുന്നണി വരുമ്പോഴുള്ള അവരുടെ മാനിഫെസ്റ്റോ തന്നെ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻറ്റ്, അവർക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരുപാട് പദ്ധതികളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള 5 ന്യായ് പദ്ധതികൾ നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യായ് പദ്ധതികളിൽ ഒരെണ്ണം, ഏറ്റവും നമ്പർ 1 മഹാലക്ഷ്മി. അത് എല്ലാ സ്ത്രീകളും, പാവപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും സാമ്പത്തികമായി ഓരോ ലക്ഷം രൂപ വരും. അതിൻ്റെ പിന്നിലെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ നോക്കിയാലും, ഞാൻ പറഞ്ഞ സ്ത്രീകളാണ് എപ്പോഴും ബുദ്ധിമുട്ടിൽ പെടുന്നത്. എവിടെ നോക്കിയാലും നമ്മൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടിലാകുന്നത്? വീട്ടിൽ ഭർത്താവ് മരിച്ചു, അപ്പൻ മരിച്ചു, വീട് നോക്കുന്ന മകൻ മരിച്ചു, ആ വീട്ടിൽ അമ്മ സ്റ്റക്കാവാണ്. എന്താ? അവർക്ക് സാമ്പത്തികമായി കയ്യിലൊന്നുമില്ല, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് എല്ലാ സ്ത്രീകൾക്ക്, ഏത് തീരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീക്കാണെങ്കിലും 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ വരിക. ആ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം ശരിയായോ? അതാണ് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിലെ ഏറ്റവും വലിയ പദ്ധതി. നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടേണ്ട കാര്യമില്ല. നമ്മുടെ മക്കളെയോ കൊച്ചുമക്കളെയോ ആരെ വേണമെങ്കിൽ വളർത്താം. ആരോടും നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെയും 3-4 മേജർ പോയിന്റ്സ് എന്ന് വെച്ചാൽ, സെൻട്രൽ ഗവൺമെൻറ് ജോലികളിൽ 50%, 30 ലക്ഷം ജോബ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 30 ലക്ഷം സെൻട്രൽ ഗവൺമെൻറ് ജോബ്. അതിൽ 50% റിസർവേഷൻ ലേഡീസിനാണ്. പിന്നെ അതുപോലെ ആശാ വർക്കേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ് പോലുള്ളവരുടെ ശമ്പളത്തിലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതം ഇരട്ടിപ്പിക്കും. അത് 100 രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതമെങ്കിൽ അത് 200 രൂപയാവും. ഇതൊക്കെ ആലോചിക്കണം, ഓരോ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അംഗൻവാടി ടീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കാണാം. നിങ്ങൾ ഓരോ സ്ത്രീകളും അനലൈസ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ. ഇത് നമ്മളെയാണ് സഹായിക്കാൻ പോകുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അവകാശങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് പലർക്കും, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എനിക്കിപ്പോൾ ഒരു ഇഷ്യൂ വന്നു, എനിക്കത് എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനുവേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും ഓഫീസസ് തുറക്കും. അതിന് ഒഫീഷ്യൽസിനെയും വയ്ക്കും. അതോടെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം യാത്ര ചെയ്യുന്നു, പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഈ ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ലേഡീസ് ഹോസ്റ്റലുകളുടെ എണ്ണം ഇരട്ടിപ്പിക്കും. ഇതൊക്കെയാണ് 5 മെയിൻ പദ്ധതികൾ, ന്യായ് പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത്. ഇത് കേട്ടിട്ട് തോന്നില്ല, നമ്മളാണ് ഇതിൽ മുന്നോട്ടിറങ്ങേണ്ടത്. ഒരിക്കലും പുരുഷന്മാർക്ക് അവരുടെ പദ്ധതികളുണ്ട്, പക്ഷേ നമ്മൾ എപ്പോഴും എഫക്റ്റഡ് ആവുന്ന ടീംസ് നമ്മളാണ്. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കി നാം മുമ്പോട്ടിറങ്ങിയത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്ക് ചുറ്റുവട്ടം നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ് പദ്ധതിയാണ്. ഞാൻ എല്ലായിടത്തും പറയാറുള്ള പോലെ നമ്മൾ കോവിഡ് പോലുള്ള മഹാമാരി വന്ന് നമ്മൾ പ്രശ്നത്തിൽപ്പെട്ടെങ്കിലും ഇന്ത്യ ഗവൺമെൻറ്, UPA ഗവൺമെൻറ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജനങ്ങളിൽ കുറച്ചെങ്കിലും പിടിച്ചു നിന്നത്. പുതിയ മാനിഫെസ്റ്റോയിലാണെങ്കിൽ ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ മിനിമം വേജ് 400 രൂപയാക്കുമെന്നുമുണ്ട്. ഇതൊന്നും ഒരിക്കലും വ്യഥാവാക്കായി കാണരുത്. എന്താന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞതൊക്കെ പ്രവർത്തിച്ച ചരിത്രമേ നമുക്കുള്ളൂ. നമ്മളാണ് ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം, നമ്മുടെ ആവശ്യമായിട്ട് മുന്നോട്ടിറങ്ങണം. എന്താ വെച്ചാൽ, കുഞ്ഞു പിള്ളേരൊക്കെ ഇരിക്കുന്നു, ഇവരെയൊക്കെ നാളെ എല്ലാവർക്കും പെൺമക്കളുണ്ട്. ഒരു ജനിച്ച് വീഴുന്ന കുഞ്ഞിനെ തൊട്ട് നമുക്ക് വീടിൻ്റെ വെളിയിലിപ്പം ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്ത, ഏറ്റവും പ്രായമായ ഒരു അമ്മച്ചിക്ക് വരെ വെളിയിലിറങ്ങാൻ മേലാത്ത സാഹചര്യമാണ്. പിള്ളേരുടെ കാര്യം ഭേദമൊന്നുമല്ല. ഈ പിള്ളേരെ സ്കൂളിലോ കോളേജിലോ വിടാൻ പറ്റുമോ? ഡ്രഗ്സിൻ്റെ പ്രശ്നം എല്ലായിടത്തും. കോളേജിലോട്ട് വിട്ട സിദ്ധാർത്ഥൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമുക്ക് എല്ലാവർക്കും മക്കളുള്ളതാണ്. എല്ലാവരും എന്ത് പ്രതീക്ഷയോടെയാണ് അവരുടെ മകളെ വളർത്തുന്നത്. പക്ഷെ അതുപോലെ വളർത്തിയ ഒരു മകനാണ് സിദ്ധാർത്ഥനും. അതുപോലെ ഒരുപാട് പിള്ളേരുണ്ട്. നമുക്ക് മാതാവും പിതാവും അവരുടെ ആ കരച്ചിൽ, ആ മകന് 3